കുറഞ്ഞ ചെലവിലുള്ള യാത്രാ സൗകര്യത്തിന് വഴിയൊരുക്കണമെന്ന് കുവൈറ്റിലെ ലോക കേരള സഭാംഗങ്ങൾ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അസാധാരണമായ സാഹചര്യത്തിൽ നാട്ടിലേക്കും തിരിച്ചുമുള്ള പ്രവാസികളുടെ യാത്രാ ചെലവേറെയാണ്. ഈ പശ്ചാത്തലത്തിൽ വിവിധ എയർലൈൻസുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരുകൾ മുൻകൈയെടുത്ത് ചെലവ് കുറഞ്ഞ യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് കുവൈറ്റിലെ ലോക കേരള സഭാംഗങ്ങൾ യോഗം ആവശ്യപ്പെട്ടു. യുദ്ധ സാഹചര്യം രൂപപ്പെട്ട സമയത്ത് കുവൈറ്റിൽ അകപ്പെടുകയും യാത്രാ ദുരിതം നേരിട്ട യാത്രക്കാരുടെ പ്രയാസം പരിഹരിക്കാൻ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നോർക്ക മുൻകൈയെടുത്ത് കുവൈറ്റിലെ ലോക കേരള സഭ അംഗങ്ങളും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇടപെടൽ നടത്താൻ കഴിഞ്ഞതായും യോഗം വിലയിരുത്തി. ഈ വിഷയത്തിൽ എംബസി നടത്തിയ ഇടപെടലിനെയും യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ സൗദി വഴിയുള്ള എക്സിറ്റ് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെച്ചത് നിലവിൽ കുവൈറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പരീക്ഷയ്ക്ക് കുവൈറ്റിൽ സെന്റർ ഒരുക്കാൻ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ലോക കേരള സഭയുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലും ഫലം കണ്ടതായും യോഗം വിലയിരുത്തി. മറ്റു വിവിധ വിഷയങ്ങളിൽ നിരവധി ആളുകൾക്ക് വിവിധ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ സാധിച്ചതായും തുടർ സാഹചര്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാനും യോഗം തീരുമാനിച്ചു. അംഗങ്ങളുടെ യോഗത്തിൽ KG സജി, KP സുരേഷ്, ബാബു ഫ്രാൻസിസ്, TP ഹിക്മത്, സത്താർ കുന്നിൽ, മണികുട്ടൻ എടക്കാട്, വിനോദ് വാലുപ്പറമ്പിൽ, ഷാജി മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.